ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന കാര്യം തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു മീഷോ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ കാണുന്ന ഒരു മീഷോ റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാധനം ഓർഡർ ചെയ്തു, കയ്യിൽ കിട്ടി, ആ ഒരു ടൈമിൽ തന്നെ ചെയ്യുന്ന റിവ്യൂ ആയിരിക്കുമല്ലോ. പക്ഷേ ഇത് ഞാൻ അങ്ങനെയല്ല. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ 3-4 മാസങ്ങൾക്ക് മുൻപൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അതിന്റെ റിവ്യൂ ഞാൻ ഇപ്പോൾ ചെയ്യാനുണ്ടോ. അതായത് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉള്ള അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതുപോലെ ഒരു ഹോൾ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇന്നോ ഇന്നലെ ഒന്നും വാങ്ങിച്ച സാധനങ്ങളല്ല, ഏകദേശം എല്ലാം കുറഞ്ഞതൊരു 1 മാസം മുൻപൊക്കെ വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ അതിന്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്കത് കയ്യിൽ കിട്ടിയ സമയത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുക നമ്മൾ കുറച്ച് കാലം അത് യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് സംഭവങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ കേട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ കാണാം. അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ എന്റെ പേര് അശ്വതിയാണ്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോട്ടിലിന്റെ റിവ്യൂ ആണ്. ഇപ്പൊ ഇതിൽ നിറയെ വെള്ളം എടുത്ത് ഞാൻ വെള്ളം എടുത്ത് വെച്ചതാണ് കേട്ടോ. ഏത് സമയമായിട്ടും ഇതിലുള്ള വെള്ളം ഇത്രയേ കുടിച്ച് തീർന്നിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു കുപ്പിയാണ് കേട്ടോ. ഈ ഒരു കുപ്പി ഞാൻ ഏകദേശം വാങ്ങിയിട്ട് 1 മാസത്തിന് മേലായിട്ട്, 2 മാസം ആവാറായിട്ടുണ്ടാവും. ഏകദേശം ആ ഒരു ടൈമൊക്കെ ആവാറുണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ ആദ്യം തന്നെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നല്ലോ. അതായത് നമ്മളിങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ബോട്ടിലിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതിങ്ങനെ കണ്ട് ഒരു ത്വര വരുമല്ലോ അത് വാങ്ങണം എന്നുള്ള, അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇത് വാങ്ങിയതിൽ വലിയ റിഗ്രറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. വെള്ളം കുടിക്കാനൊക്കെ ആണെങ്കിലും നമ്മൾ പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ഇതിൽ വെള്ളം. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ഇപ്പം അളവ് വെച്ചിട്ട് ഇത്ര ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളൊരു നമുക്കൊരു കണക്കിട്ടല്ലോ. അപ്പൊ അത് മാത്രമല്ല, ഇതിനിങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ആ ഒരു ത്വര കൂടും. കുടിച്ച് അത് തീർക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം ആവശ്യത്തിൽ കുടിക്കും കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇതിന് ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ, ഒരു ഡിസ്ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തു ഇതിങ്ങനെ അടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ വിചാരിച്ചതുപോലെ ആ ഒരു ഇതിൽ ഇങ്ങനെ അടഞ്ഞു കിട്ടില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇതിന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നതാണ്. നമ്മൾ കുറെ സമയം ഇങ്ങനെ ഇതാക്കി പിടിച്ചാൽ ഓക്കെ, അത് ജസ്റ്റ് അവിടെ ഹോൾഡ് ആയിട്ടാണ് നിന്നോളൂ. അവിടെ ഒരു ലോക്ക് പോലെ വീഴണം, എന്നാൽ മാത്രമേ അത് അടക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ അതൊരു ക്വാളിറ്റി കുറവൊന്നുമല്ല, ജസ്റ്റ് നമുക്കൊരു നാക്ക് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. അതാണ് ഇതിന്റെ ഒരു ഇത്. എനിക്ക് ഒരു ഡീമെറിറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, അത് ഒരു സംഭവം കേട്ടോ. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി വൈസ് എല്ലാം ഓക്കെയാണ്. ഇതുവരെ ഇതിന് കേടുപാടും കാര്യങ്ങളൊന്നും ഇല്ല. 2 മാസത്തിന് മുകളിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു ബോട്ടിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇതിന് 150 രൂപയായിരുന്നു കേട്ടോ. 150 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഓഫറുള്ള ടൈമാണെന്ന് തോന്നുന്നു. ഇതെനിക്ക് 150 ആ ഒരു 153 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോട്ടിലിന് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് 1 മാസത്തിന്റെ അടുത്തേ ആയിട്ടുള്ളൂ. ഇതധികം യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇത് നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇത് കാണുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര ചെറിയൊരു പേഴ്സിന്റെ രൂപത്തിലൊക്കെ തോന്നും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു പേഴ്സ്, നമ്മുടെ ഫോണ്, അതുപോലെ തന്നെ ചെറിയൊരു ബോട്ടിലിൽ വെള്ളം, അങ്ങനെ ഇത്രയും ഒരു സ്പേസ് ഉള്ള ഒരു സംഭവമാണിത്. പിന്നെ നല്ല പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ഇതൊക്കെ ആണെങ്കിലും ഇതിന്റെ ഈ ഒരു സംഭവമൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവം തന്നെയാണ്. അധികം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, 1 മാസമല്ല ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. പക്ഷെ ഇതൊരു ക്വാളിറ്റി വൈസ് നല്ല സംഭവമാണ്. പിന്നെ ഇതിന് ഞാൻ വാങ്ങുന്ന സമയത്ത് 150 സംതിങ് ആയിരുന്നു ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. 153 ആ ഒരു റേഞ്ചിൽ വരുന്ന അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിയത് ഏകദേശം എല്ലാം 200 കൂടുതൽ അത്രയൊന്നും വരില്ല, എന്തായാലും 200-ന്റെ ഉള്ളിൽ. പിന്നെ ചിലതാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റിന് ഇതനുസരിച്ചിരിക്കില്ല. അപ്പൊ ബാഗൊന്നും വാങ്ങുന്ന ടൈമിൽ ഒരിക്കലും 200 കൂടുതൽ ഞാൻ വാങ്ങാറില്ല കേട്ടോ. മീഷോ ആകുമ്പോൾ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് 150 രൂപയ്ക്ക് എനിക്ക് നല്ല ബെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതായിരുന്നു 2ാമത്തെ പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇതിന് എനിക്ക് വലിയൊരു ഡിസ്ക്വാളിറ്റി ഒന്നും തോന്നിയില്ല. പിന്നെ അത് നല്ല കംഫർട്ടാണ്, നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാനാണെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൊള്ളുന്നത് കൊണ്ട് എന്തായാലും യൂസ്ഫുൾ തന്നെയാണ്. 150 രൂപയ്ക്ക് നല്ല വെർത്താണ്. 3ാമത്തെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 5-8 മാസത്തിന്റെ അടുത്തായി തോന്നുന്നു. 5-8 മാസമൊക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും 8 മാസത്തിന്റെ അടുത്താണ് ഞാൻ ഇത് ഉപയോഗിച്ചതാണ്. കുറെ ഉപയോഗിച്ചതാണ്. ഒരു അത്യാവശ്യം കുറെ കാലം ഞാൻ ഉപയോഗിച്ചു. ഈ 8 മാസത്തിന്റെ അടുത്ത് 8 മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് അറിയാലോ. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് വാങ്ങുന്ന ടൈമിൽ ഈ ഒരു സംഭവം, ഈ ഒരു കളറൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിയ ടൈമിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷെയ്ഡ് വേണ്ടായിരുന്നു, ജസ്റ്റ് വേറെ ഏതെങ്കിലും ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ചുറ്റും എലാസ്റ്റിക് വരുന്ന ആ ഒരു ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിരിച്ചാൽ അതുപോലെ തന്നെ നിൽക്കുന്ന അങ്ങനത്തെ ആ ഒരു ടൈപ്പാണ് കേട്ടോ. എലാസ്റ്റിക് വരുന്ന ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഒക്കെയാണ്. ഈ ഒരു ക്ലോത്ത് ഒക്കെ ആണെങ്കിലും നമുക്ക് കാണുന്ന ടൈമിൽ കുറച്ച് ചൂടെടുക്കുന്ന മെറ്റീരിയലൊക്കെ പോലെ തോന്നുമെങ്കിലും അത്യാവശ്യം നമുക്ക് ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഒരു ബനിയൻ ക്ലോത്ത് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. നല്ല മെറ്റീരിയൽ ആണ്. പക്ഷെ കളർ ഇളകുന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഷെയ്ഡ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് വാങ്ങാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഒരു കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു
ആ ഒരു ടൈമിൽ ഞാൻ നല്ല ബ്ലൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം ഞാൻ ഇത് വാങ്ങിക്കുന്ന ടൈമിൽ ഇതിന് 290 ആയിരുന്നു റേറ്റ് എന്ന് പറയുന്നത്. 290 ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ നോക്കുന്ന ടൈമിൽ 350 അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ 5-8 മാസമായില്ലേ, പ്രൈസിൽ മാറ്റം വന്നതായിരിക്കും. പക്ഷെ ഇത് ഞാൻ ഓഫറിന്റെ ടൈമിലൊന്നും വാങ്ങിയതല്ല, ജസ്റ്റ് ഞാൻ അടിച്ച് നോക്കിയിട്ട് അങ്ങനത്തെ ഓഫറിൽ ഇട്ടിട്ടൊന്നും വാങ്ങിയല്ലോ കേട്ടോ. അപ്പൊ ആ ഒരു ടൈമിൽ അതിന് 200 സംതിങ് 250 ഇത്രയും കാലമായതുകൊണ്ട് കുറച്ച് പ്രൈസൊക്കെ കൂടിയതായിരിക്കാം. എന്നാലും ആ ഒരു പ്രൈസിനാണെങ്കിലും ഇത് നല്ല വേർത്താണ് കേട്ടോ. ഈ ഒരു പില്ലോ കവറും കൂടി ഉണ്ടായിരുന്നു. പില്ലോ കവറൊക്കെ ഓക്കെയാണ്, വെച്ചാൽ ക്വാളിറ്റി വൈസ് ഓക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു തലയാണെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു വീതിയൊക്കെ വരുന്നതായതുകൊണ്ട് ഇതിന് വീതി കുറവാണ് കേട്ടോ. ഇതിന് ഈ ഒരു രീതിയിൽ വീതി കുറവാണ്. ലെങ്ത് ഒക്കെ കൂടുതലുണ്ട്. ലെങ്ത് ഇങ്ങനെ നോക്കുമ്പോൾ കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു വീതി, അതായത് ഇങ്ങനെ വരുന്ന ആ ഒരു വീതി ഉണ്ടല്ലോ, വീതി ഭയങ്കര കുറവാണ്. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള തലയാണെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വീതി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് തലയാണ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത് തലയാണ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നിൽക്കും. പക്ഷെ നല്ലൊരു ഷേപ്പിൽ നല്ലൊരു നീറ്റായിട്ട് അങ്ങനെ കിട്ടില്ല കേട്ടോ. അത് ഞങ്ങളുടെ അടുത്തുള്ള തലയാണ വലുതായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ക്വാളിറ്റി വൈസ് ഒക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കളർ ഇളകുന്നു അല്ലെങ്കിൽ സ്റ്റിച്ച് വിടുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫോർത്ത്, പിന്നെ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയത് ജനുവരിയിലായിരുന്നു. അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഓക്കെ, ഇപ്പം 6 മാസമായിട്ടുണ്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പം എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടി. സാധാരണ നമ്മൾ മീഷോന്ന് എന്ത് വാങ്ങിയാലും എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചതാണെങ്കിലും എല്ലാം ആണെങ്കിലും ഓക്കെ ആയിരുന്നു, എനിക്കെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് എന്നെ ശരിക്കും പറ്റിച്ചറിഞ്ഞു. ഇതിപ്പം വാങ്ങിയിട്ട് ഇത്രയും മാസമായി, 5-6 മാസമായെങ്കിലും ആ ഒരു സമയത്ത്, ഈ ഒരു സമയത്തൊന്നും ആയതല്ല കേട്ടോ ഇതിങ്ങനെ ഷെയ്ഡ് ഇളകിയത്. ഇത് ഇവിടെ ഓർഡർ ചെയ്ത് വന്നു, ഒരു 1 വീക്കോളം ഉപയോഗിച്ചു. അതിനുശേഷമേ ഇതിന്റെ പുറത്തുള്ള ഈ ഒരു പ്രിന്റ് ഉണ്ടല്ലോ അതിങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഇളകുന്നുണ്ടായിരുന്നു. ഇത് ഇളകുന്നത് മാത്രമല്ല കേട്ടോ പ്രശ്നം, നമ്മൾ ഇത് ബാഗിൽ വെച്ചാൽ അതിന്റെ ഉള്ളിൽ, ബാഗിന്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ ഈ ഒരു പ്രിന്റ് ഇങ്ങനെ ഇളകിയിട്ട് അതുമ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് വലിച്ചാലൊന്നും പോകില്ല, നമ്മൾ തുടച്ചാലും പോകില്ല. അത് അങ്ങനെ തന്നെ കിടക്കും. നമ്മുടെ ബാഗിന്റെ ഉള്ളിലുള്ള പേഴ്സ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ഡോക്യുമെന്റോ അങ്ങനത്തെ എന്താണെങ്കിലും അതിന്റെ ഉള്ളിൽ ഈ ഒരു സംഭവം പ്രിന്റ് ഇളകിയതുണ്ടെങ്കിൽ അത് ഒരു ഇതും കൂടാതെ അവിടെ തന്നെ കിടക്കും, ബാഗ് മൊത്തം നാശാവും കേട്ടോ. അപ്പം ഇത് എന്റെ മോന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് ഞാൻ പ്രിന്റ് വരുന്നത് നോക്കി വാങ്ങിയതാണ്. കാരണം നമുക്ക് സ്റ്റീലിന്റെ തന്നെ വേണമായിരുന്നു, സ്റ്റീലിന്റെ പ്രൊഡക്റ്റിനെ വേണം. അപ്പൊ സ്റ്റീലിന്റെ പ്രൊഡക്റ്റ് നോക്കിയ ടൈമിൽ ഒന്നിനും പ്രിന്റ് വരുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് കുറച്ച് പ്രിന്റ് വരുന്ന എന്തെങ്കിലും കുറച്ച് ക്യൂട്ടായിട്ടുള്ളത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പിങ്ക് കളർ നോക്കി വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇതിൽ പ്രിന്റ് വരുന്നത് ഏകദേശം ഇതേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ നോക്കിയപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇത് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പം ഞാൻ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷെ ഇത് ഈ ഒരു പ്രിന്റ് അന്നേ ഇളകുന്നുണ്ടായിരുന്നു. ഇത് ഇപ്പൊ ഇളകിയിട്ടില്ല, ഇത്രത്തോളം ഭാഗം പോയി, കുറച്ച് ഭാഗമാണ് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ വേറെ ഏത് രീതിയിൽ നോക്കുന്നതാണെങ്കിലും ഇത് ഓക്കെയാണ് കേട്ടോ. ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇവിടെ ഒരു ചെറിയൊരു നൂല് പോലത്തെ സംഭവങ്ങളാണ്, അതൊക്കെ ഇളകിപ്പോയിട്ടോ. സ്റ്റീലിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ, സ്റ്റീലിന്റെ സംഭവമാണല്ലോ, അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഒന്ന് അമർത്തിയാലും പെട്ടെന്ന് തന്നെ, പ്രസ് ചെയ്താലും പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിട്ടൊക്കെ കിട്ടും. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള ക്വാളിറ്റിയും കുഴപ്പമില്ല കേട്ടോ, നല്ല തന്നെയാണ്. പക്ഷെ ഈ ഒരു സംഭവം, ഈ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, ഈ പ്രിന്റ് ഇളകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രിന്റ് ഇല്ലാത്തത് നോക്കി വാങ്ങുന്നതായിട്ട് നല്ലത്, കാരണം ഇത്രയും വൃത്തികേടാവില്ലായിരുന്നു. അടുത്തതായിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡ്. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഏകദേശം വാങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി, ഏകദേശം 5-8 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അത്രയും കാലം യൂസ് ചെയ്തതാണ്. പക്ഷെ ഇതിന്റെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി വൈസ് ഓക്കെ ആണ് കേട്ടോ. ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് 170 രൂപ, ആ ഒരു ചെറിയൊരു പ്രൈസ് ആയിരുന്നു, ഒരു ഓഫർ പ്രൈസിൽ വാങ്ങിയതായിരുന്നു കേട്ടോ. മാത്രമല്ല ഞാനിത് ലൈറ്റ് ഒക്കെ ഉള്ള സംഭവം നോക്കി, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇതിന് ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ലൈറ്റ് ഉള്ളത് ഞാൻ നോക്കി വാങ്ങിയതായിരുന്നു, എനിക്ക് അങ്ങനത്തേതായിരുന്നു കുറച്ചും കൂടെ കംഫർട്ട് എന്ന് തോന്നിയിട്ട് അങ്ങനെ ഞാൻ നോക്കി വാങ്ങിയൊരു സംഭവമായിരുന്നു ഈ ഒരു സെൽഫി സ്റ്റിക്കാണ്. ഈ ഒരു സ്റ്റിക്ക് നമുക്ക് ഫോൺ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് വേണമെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കാമല്ലോ, അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു സംഭവം. പക്ഷെ ഇത് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ലൈറ്റ് ഇളകിപ്പോയിട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇളകിപ്പോയി. പിന്നെ ആ ഒരു ലൈറ്റിന്റെ ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം നമ്മളിങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന ടൈമിൽ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആ ഒരു കുഞ്ഞു ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. പിന്നെ വീഡിയോക്കും വേറെ ഒരു ക്ലാരിറ്റി കൂടുതലൊന്നും തോന്നിയില്ല. അത് എനിക്ക് എടുക്കാൻ അറിയാത്തതിനെ കൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ അതിനെക്കൊണ്ട് വലിയ യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അത് ഇളകി പോയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ അത് അവിടുന്ന് പൊട്ടി ഇളകി പോയി കെട്ടി. എന്തായാലും ഈ ഒരു സംഭവമാണ് പിന്നുള്ളത്. ഇത് 170 രൂപയ്ക്ക് വർത്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ ഒരു സ്റ്റാൻഡിലൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, സ്റ്റാൻഡൊക്കെ ഒക്കെയാണ്. പക്ഷെ ആ ഒരു ലൈറ്റിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ലൈറ്റ് ഇല്ലാത്തതും ഉണ്ട്, ലൈറ്റ് ഇല്ലാത്തതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലൈറ്റ് ഇല്ലാത്തൊരു സംഭവം എൻ്റെ അടുത്തുണ്ട്. അത് മാത്രമല്ല ഇതിങ്ങനെ ഈ ലൈറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ഫോൺ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയാൽ നമുക്ക് ഇതിങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഈ ഒരു ലൈറ്റിൻ്റെ ഇത് വരുന്നത് കൊണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു
ഈ ഒരു ലൈറ്റ് ഇല്ലാത്ത സംഭവമാണെങ്കിൽ നമുക്ക് ഇത് എത്ര വേണമെങ്കിലും ഇങ്ങനെ തിരിക്കാം. കാരണം ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ആവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ ഒരു സംഭവം കൊണ്ട് അത് പറ്റില്ല, ഈ ഒരു ലൈറ്റിൻ്റെ ഇത് ഇവിടെ വരുന്നത് കൊണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ്, മീഷോന്ന് വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതൊക്കെയാണ്. എനിക്ക് വാങ്ങിയതിൽ ഏകദേശം എല്ലാം നല്ല പ്രൊഡക്റ്റിനായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് കിട്ടിയത് ഏകദേശം എല്ലാം നല്ലതായിരുന്നു. പക്ഷെ ചെറിയ ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു നമ്മൾ കൊടുത്ത പൈസക്ക് മുതലാവുന്ന സാധനങ്ങൾ തന്നെയായിരുന്നു ഏകദേശം. പിന്നെ 1-2 മാത്രമാണ് ഈ ഒരു രീതിയിൽ കുറച്ചൊരു ഇതുപോലെയൊക്കെ ഒരു ഡിസ്ക്വാളിറ്റി വന്നത്. 1-2 മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, വേറെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ വിചാരിച്ചു വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഡ്രസ്സൊന്നും അല്ലാത്ത പ്രൊഡക്റ്റ് മാത്രം എടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ട് ഏകദേശം ഇപ്പം ചിലതൊക്കെ വാങ്ങിയിട്ട് 5-8 മാസമൊക്കെ ആയിട്ടോ. എന്തായാലും അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിനുശേഷം നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. പിന്നെ ഇതിൽ വാങ്ങിയതിന്റെ ചിലതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ചിലതിൻ്റെ ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ ഷോർട്സ്. അപ്പം എന്തായാലും അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ വാങ്ങിക്കോളൂ. അപ്പൊ അതിന്റെ എങ്ങനെയാണ് ഡിസ്കോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാ.